ഹായ് ഗൈസ്, അങ്ങനെ ഒരു 10-15 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അജുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. വേറൊന്നുമല്ല സംഭവം, അജു നാട്ടിലില്ലായിരുന്നു. എന്നിട്ടിന് പിന്നെ എന്നെ വീട്ടിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അജു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ തുണിയും കാര്യങ്ങളെല്ലാം പറക്കി വണ്ടിയിലോട്ട് വെക്കുകയാണ്. എന്താണെന്നറിയത്തില്ല, അവിടുന്ന് കുറച്ച് സാധനങ്ങളും തുണിയും കൊണ്ടുവന്നാൽ ഇവിടുന്ന് പോകുമ്പോഴത്തേനും അത്യാവശ്യത്തിന് വണ്ടിയിൽ സ്ഥലം കാണാത്ത രീതിയിൽ ഡിക്കി നിറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ കൊണ്ട്. അങ്ങനെ എൻ്റെ കെട്ടിയോ വന്നപ്പോൾ എനിക്ക് മുട്ടായിയൊക്കെ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ മുട്ടായി തിന്നുന്നതിന് എതിർപ്പാണെങ്കിൽ പോലും ഇങ്ങനെ ചില സമയത്ത് മേടിച്ചുകൊണ്ടൊക്കെ വരും. എന്താണെന്നറിയത്തില്ല, സ്നേഹം കൂടുമ്പോഴായിരിക്കും കാണാതിരുന്ന് കാണുന്നുണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോവുകയാണ്. ഇന്ന് പക്ഷേ ഞങ്ങൾ പോത്തില്ലായിരുന്നു. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നിട്ട് നാളെ അങ്ങ് പോകാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോഴത്തേനും പിന്നെ കൊച്ചാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഗൾഫിൽ പോവുക, അപ്പോഴത്തേനും കൊണ്ടാക്കാൻ വരണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ അതുകൊണ്ട് അന്നേരം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കരുവോണോട്ടാണ് പോയത്. അജു പറഞ്ഞു കരുവോൺ കണ്ടിട്ട് കുറച്ച് ദിവസമായെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കരുവോണോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കരുവോൺ ജംഗ്ഷനിലൊക്കെ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നാളെ പിന്നെ രാവിലെ 5 മണിക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കിടന്ന് ഉറങ്ങാന്നുള്ള മൈൻഡിലാണ് വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും റൂമിൻ്റെ അവസ്ഥ ഇതാണ്. അങ്ങനെ വന്ന് കയറി ഉടനെ എൻ്റെ പണി റൂം വൃത്തിയാക്കലായിരുന്നു.